ബഹുമാനികളെ, മദ്യനയം അട്ടിമറിച്ച വാഗ്ദാന വഞ്ചകർക്ക് വോട്ടില്ല എന്ന പ്രമേയത്തിൽ ലഹരി നിർമ്മാർജ്ജന സമിതി സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ഇവിടെ ഞങ്ങളെത്തിയിട്ടുള്ളത്. ലഹരി നിർമ്മാർജ്ജന സമിതി മുന്നോട്ട് വെക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാടെടുക്കാൻ ലഹരി നിർമ്മാർജ്ജന സമിതിയെ പ്രേരിപ്പിച്ചത് എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. ലഹരി നിർമ്മാർജ്ജന സമിതി സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമോ അതിൻ്റെ പോഷകഘടകമോ ഉപഘടകമോ ആയി പ്രവർത്തിക്കുന്ന സംഘടനയല്ല. തികച്ചും സ്വതന്ത്രമായി സംസ്ഥാനത്തുടനീളം പ്രവർത്തിച്ചു വരുന്ന ഒരു മദ്യവിരുദ്ധ ലഹരി വിരുദ്ധ അംഗീകൃത സംഘടനയാണ് ലഹരി നിർമ്മാർജ്ജന സമിതി എന്ന് എല്ലാവർക്കും അറിയാം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മുന്നണിയെ മാത്രം പിന്താങ്ങിക്കൊണ്ട് അതല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു വിവേചനപരമായിട്ടുള്ള ഒരു നിലപാടും തീരുമാനവും ലഹരി നിർമ്മാർജ്ജന സമിതി കൈക്കൊള്ളുന്നു എന്ന് ആരെങ്കിലും ചിന്തിച്ചു പോയാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത്തരം ചിന്തകൾക്കുള്ള മറുപടി എന്നോണം അതിൻ്റെ കാര്യകാരണങ്ങൾ ഇവിടെ ചുരുക്കി വിവരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ 2016 നിയമസഭാ തിരഞ്ഞെടുപ്പ് നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും. ആ തിരഞ്ഞെടുപ്പ് വേളയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്ന് മുന്നോട്ട് വെച്ച ചില തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഇന്നും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ട് പ്രചരിച്ചു വരുന്നത് നിങ്ങളെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. തന്നെയുമല്ല, അന്ന് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലും അതുപോലെ തന്നെ ഇടതുമുന്നണി നേതാക്കൾ അവരുടെ പ്രസ്താവനകളിലും പ്രചരണ വേദികളിലും ഒക്കെ പറഞ്ഞ അന്നത്തെ അവരുടെ വാഗ്ദാനങ്ങൾ മദ്യനയം ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ മാറ്റം കൂടാതെ തുടരും, അതിൽ മാറ്റം വരുത്തുകയില്ല എന്ന്, നിലവിലുള്ളതിൽ നിന്നും ഒരു തുള്ളി മദ്യം പോലും അധികം വിൽക്കുന്ന സാഹചര്യം ഉണ്ടാക്കുകയില്ല, മദ്യനയം സുതാര്യമാക്കും, അഴിമതി ഇല്ലാത്തതാക്കും, കേരളത്തെ മദ്യമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് LDF മുന്നണി, LDF വരും, എല്ലാം ശരിയാകും എന്ന് തുടങ്ങിയ ഒട്ടേറെ വാഗ്ദാനങ്ങളായിരുന്നു അന്ന് സർക്കാർ ഇടതുമുന്നണി മുന്നോട്ട് വെച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇത്തരം വാഗ്ദാനങ്ങൾ വിശ്വസിച്ചുകൊണ്ടും അവരിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടും വോട്ട് ചെയ്ത് ആ വോട്ടുകൾ വാങ്ങിക്കൊണ്ട് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ മുന്നണി എന്തൊക്കെയാണ് ശരിയാക്കിയത്, അവർക്ക് എന്തൊക്കെയാണ് ശരിയാക്കാൻ സാധിച്ചത് എന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ആ വിഷയത്തിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. അതിൽ നമ്മുടെ വിഷയം അതല്ല. മദ്യനയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇടതുമുന്നണി ശരിയാക്കിയത്, അന്നുണ്ടായിരുന്ന മദ്യ വിൽപ്പനയിൽ നിന്ന് ഒരു തുള്ളിയാണോ, എത്രയാണ് കൂട്ടിയത് കുറച്ചത്, അന്നുണ്ടായിരുന്ന ബാറുകൾ തുറക്കില്ല എന്ന് പറഞ്ഞത് തുറന്നോ തുറന്നില്ലേ, അതിൽ നിന്നുള്ള അതിന് ശേഷം ഉണ്ടായ നടപടികളും തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുക എന്നത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് നമ്മളൊരു കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ UDF ഗവൺമെൻറ്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് നടപ്പിലാക്കിയ മദ്യനയം, ആ ഗവൺമെൻറ് നടപ്പിലാക്കിയ മദ്യനയം ഒരു
പൂർണ്ണ വിജയമായിരുന്നെന്നോ അത് എത്രമാത്രം വിജയകരമായി നടപ്പാക്കാൻ സാധിച്ചു എന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. എങ്കിൽ പോലും ഈ മദ്യമുതലാളിമാരുടെയും മറ്റും എതിർപ്പുകളെ വകവെക്കൊണ്ട് UDF സർക്കാർ എടുത്ത ആ തീരുമാനങ്ങളും നടപടികളും അഭിനന്ദനം അർഹിക്കുന്നു എന്നുള്ളത് നമുക്ക് മറച്ചു വെക്കാനും കഴിയില്ല. UDF സർക്കാർ നടപ്പിലാക്കിയ അന്നത്തെ മദ്യനയത്തിൻ്റെ ഭാഗമായി അന്ന് നിലവിലുണ്ടായിരുന്ന ബാറുകളൊക്കെ അടച്ചുപൂട്ടിയ അവസരം നമുക്കറിയാം. 2014 മാത്രം 668 ബാറുകൾ അടച്ചുപൂട്ടി എന്നതാണ് അന്നത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ബാക്കിയുള്ള കേവലം 68 ബാറുകളിൽ ലൈസൻസ് പുതുക്കിക്കൊടുക്കാത്ത സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് ബാക്കിയുള്ള ബാറുകളും പൂട്ടിക്കാനുള്ള ഒരു സന്നദ്ധത അന്നത്തെ സർക്കാർ പ്രകടിപ്പിച്ചു. UDF സർക്കാർ ഒഴിയുന്ന സമയത്ത് കേവലം 29 ബാറുകൾ മാത്രമാണ് സംസ്ഥാനത്ത് അവശേഷിച്ചിരുന്നത് എന്ന് ഓർക്കുമ്പോൾ 600-700-ലധികം ബാറുകൾ സധൈര്യം അടച്ചുപൂട്ടാൻ ആ സർക്കാരിന് സാധിച്ചു. തന്നെയുമല്ല, ബീവറേജ് കോർപ്പറേഷൻ വഴിയുള്ള മദ്യവിതരണം എല്ലാ വർഷവും 10% നിർത്തലാക്കിക്കൊണ്ട് 10 വർഷം കൊണ്ട് കേരളത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കും എന്നാണ് അന്നത്തെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായി 2 വർഷം കൊണ്ട് 137 ബീവറേജ് ഔട്ട്ലെറ്റുകൾ പൂട്ടിയതായി കണക്കുകളിൽ കാണുന്നുണ്ട്. മാത്രമല്ല, അന്നുണ്ടായിരുന്ന 532 ബീർ വൈൻ ഷാപ്പുകളും പൂട്ടി. 2000-ഓളം അന്ന് നിലവിലുണ്ടായിരുന്ന കള്ള് ഷാപ്പുകളും പൂട്ടിയതായും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഏറെക്കുറെ അന്നത്തെ പ്രാദേശികമായിട്ട് പ്രവർത്തിച്ചിരുന്ന മദ്യശാലകളൊക്കെ തന്നെ അടച്ചുപൂട്ടിയ ആ ഒരു സാഹചര്യം 10 വർഷം കൊണ്ട് സംസ്ഥാനത്ത് ഒരു ഭരണ തുടർച്ചയുണ്ടായാൽ അത് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മുന്നേറുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിലാണ് എല്ലാ മദ്യവിരുദ്ധ ചിന്താഗതിക്കാരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് നിർഭാഗ്യവശാൽ എന്ന് തീർത്തും പറയാവുന്ന വിധത്തിൽ LDF മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നത്. അങ്ങനെ അധികാരത്തിൽ വരാൻ വേണ്ടി അന്നത്തെ സാഹചര്യം മുതലെടുത്തുകൊണ്ട് അന്നത്തെ LDF മുന്നണി ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിലവിലുള്ളതിൽ നിന്നും ഒരു തുള്ളി മദ്യം പോലും അധികം വിൽക്കില്ല എന്നും മദ്യനയം സുതാര്യമാക്കുമെന്നും കേരളത്തെ മദ്യമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് LDF മുന്നണിയെന്നും അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയണം എന്ന് പ്രത്യേകം നമ്മുടെ സിനിമാ താരങ്ങളായിട്ടുള്ള KPSC ലളിതയും ഇന്നസെൻറ്റും അവരെ ഉപയോഗിച്ചിട്ടുള്ള പരസ്യങ്ങളും അതോടൊപ്പം തന്നെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും തുടങ്ങിയ ഇടതുമുന്നണിയുടെ ഒട്ടുമിക്ക നേതാക്കളും പരസ്യമായി പത്രക്കാരുടെ മുന്നിലും TV ചാനലുകളിലും പ്രചരണ വേദികളിലും ഒക്കെ തന്നെ പറഞ്ഞു, നിലവിലുള്ള മദ്യനയം അധികാരത്തിൽ വന്നാൽ മാറ്റം വരുത്താതെ തുടരുമെന്ന്. അങ്ങനെ പറഞ്ഞ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന സർക്കാർ അധികാരം കിട്ടിയതിന് ശേഷം എന്താണ് ഈ രാജ്യത്ത് ആ വിഷയത്തിൽ ചെയ്തത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതാണ് നമ്മുടെ മുഖ്യ വിഷയം. സർക്കാർ അധികാരത്തിൽ വന്നു. ആദ്യം തന്നെ ചെയ്തത് എന്താണ്? എല്ലാ പഞ്ചായത്ത് ഭരണസമിതികൾക്ക് പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമത്തിലെ 232, 447 അനുച്ഛേദ പ്രകാരമുള്ള പഞ്ചായത്ത് ഭരണസമിതികൾക്ക്
നിലവിലുണ്ടായിരുന്ന ആ ജനാധികാരം, അതാത് പഞ്ചായത്തുകളിൽ മദ്യശാലകൾ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുണ്ടായിരുന്ന ആ വിവേചനാധികാരം ആദ്യം തന്നെ അത് എടുത്തു മാറ്റുകയാണ് സർക്കാർ ചെയ്തത്. ആ അധികാരം എടുത്തു മാറ്റിക്കൊണ്ട് സർക്കാരിന് ഏത് പഞ്ചായത്തുകളിലും എവിടെ വേണമെങ്കിലും മദ്യശാലകൾക്ക് അനുമതി കൊടുക്കാനുള്ള, തുറക്കാനുള്ള, ലൈസൻസ് കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ആദ്യമുണ്ടായത്. ഞാൻ ഓർക്കുന്നു 950ഓളം ദിവസം മലപ്പുറം കലക്ട്രേറ്റ് മുന്നിൽ തുടർച്ചയായി സമരം ചെയ്തുകൊണ്ട് മദ്യ നിരോധന സമിതിയുടെ നേതാക്കളായ ഈയാച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ അന്ന് സമരം ചെയ്തതിൻ്റെ ഭാഗമായി UDF സർക്കാർ, ഉമ്മൻചാണ്ടിയും PK കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ ഇടപെട്ടുകൊണ്ട് പുനഃസ്ഥാപിച്ച ആ നിയമമാണ് ഈ സർക്കാർ ആദ്യമായി എടുത്തു കളഞ്ഞത്. അതിനുശേഷം മദ്യശാലകൾ തുറക്കാനുള്ള ദൂരപരിധി 500 മീറ്റർ എന്നുള്ളത് പ്രധാന ഹൈവേകളുടെ ഓരങ്ങളിൽ മദ്യശാലകൾ തുറക്കുന്നത് സംബന്ധിച്ച് സുപ്രീം കോടതി വിധി അവയെ മറികടക്കാൻ വേണ്ടി റോഡുകളുടെ പേരുമാറ്റി വീണ്ടും അതാത് മദ്യശാലകൾ റോഡിനോട് ചേർത്ത് തന്നെ അതാത് താലൂക്കുകളിൽ തന്നെ സ്ഥാപിക്കാൻ ചെയ്ത മറിമായങ്ങൾ എല്ലാം കണ്ടവരാണ് നമ്മൾ. അത്തരത്തിലുള്ള മാറ്റിമറിച്ചലുകളൊക്കെ നടത്തി നിലവിലുള്ള മദ്യവിൽപ്പനയിൽ നിന്ന് ഒരു തുള്ളി പോലും അധികം വിൽക്കില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ച ഈ ഗവൺമെൻറ് പിന്നീടുള്ള കാലങ്ങളിൽ മദ്യവിൽപ്പന നടത്തിയ വർധനവ് വരുത്താൻ വേണ്ടി നടത്തിയ നിയമവിരുദ്ധമായ കാര്യങ്ങൾ, ചട്ടലംഘനങ്ങൾ, നിയമങ്ങളെ അവഗണിച്ചിട്ടുള്ള കാര്യങ്ങൾ, വിൽപ്പനയിൽ ഉണ്ടായിരുന്ന കീഴ്വഴക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ടാണ് മദ്യവിൽപ്പനയിൽ ക്രമാതീതമായിട്ടുള്ള വർധനവ് ഉണ്ടാക്കാൻ സർക്കാർ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായി വിറ്റുവരവിൽ സംസ്ഥാനത്ത് ഒരു കാലത്തും ലഭിക്കാത്തത്ര കച്ചവടമാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു സർവകാല റെക്കോർഡ് തന്നെ വിറ്റുവരവിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അതിനുവേണ്ടി അബ്കാരി നിയമങ്ങൾ പലതും ഭേദഗതി ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഏതൊക്കെ രീതിയിൽ പറഞ്ഞ വാക്കുകൾ ലംഘിച്ചുകൊണ്ട് ഈ ജനങ്ങൾക്ക് കൊടുത്തിരുന്ന ആ വാഗ്ദാനങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട്, അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് എത്രമാത്രം ധിക്കാരപൂർവം ഈ വിഷയത്തിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളത് തുല്യതയില്ലാത്ത ഒരു പ്രവൃത്തിയാണ് ഇടതു മുന്നണി ചെയ്തതും ചെയ്തു വരുന്നതും. അതുകൊണ്ട് തന്നെ അതിനെതിരെ പ്രതികരിക്കാൻ, അതിനെതിരെ പ്രതിഷേധിക്കാൻ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മദ്യവിരുദ്ധ സംഘടനകളും ലഹരി നിർമ്മാർജ്ജന സമിതിയെ പോലുള്ള സംഘടനകളൊക്കെ തന്നെ നിരന്തരം പ്രതിഷേധങ്ങളും സമരങ്ങളും നടത്തി വരുന്നത് ഒന്നും തന്നെ ചെവിക്കൊള്ളാതെ ധാർഷ്ട്യത്തോടുകൂടെ സർക്കാർ ഈ മദ്യം ഒഴുക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. നമുക്കറിയാം, ഈ കോവിഡ് കാലത്തിൻ്റെ ആരംഭത്തിൽ നമ്മുടെ സംസ്ഥാനം വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ നിയന്ത്രണ വിധേയമാകുന്ന തരത്തിലുള്ള പ്രോട്ടോക്കോൾ പാലിക്കാനുള്ള സർക്കാരിൻ്റെ
തീരുമാനം അതനുസരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളും നടപ്പാക്കുന്നതിനിടയിലും മദ്യശാലകൾ തുറന്നു വെക്കുന്ന സാഹചര്യമുണ്ടായി. പല നിലക്കുള്ള പ്രതിഷേധ സമരങ്ങളും പല നിലക്കുള്ള അതിനെതിരെ ഉള്ള പ്രസ്താവനകളും ഒക്കെ നടത്തിയെങ്കിലും മദ്യശാലകൾ അടച്ചുപൂട്ടാൻ സർക്കാർ തയ്യാറാവാതിരുന്ന ആ ഒരു സന്ദർഭത്തിലാണ് ലഹരി നിർമ്മാർജ്ജന സമിതി ഹൈക്കോടതിയെ സമീപിച്ചത്. ആ ഹൈക്കോടതിയുടെ വിധി വരുന്ന ദിവസത്തിൻ്റെ തലേ ദിവസം ഒരു നിർബന്ധ സാഹചര്യത്തിൽ മദ്യശാലകൾ അനിശ്ചിതമായി അടച്ചിടാൻ സർക്കാർ മുന്നോട്ട് വരികയായിരുന്നു. നമുക്കറിയാം, ആ നല്ല കാലം സംസ്ഥാനം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത അത്തരത്തിൽ മദ്യശാലകളൊക്കെ അടച്ചിട്ട് മദ്യം ലഭിക്കാതെ ഉള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം അതിനു മുമ്പ് പലരും പല വിധത്തിലും പ്രവചിച്ചിരുന്നത് നമുക്കറിയാം. കേരളത്തിൽ മദ്യം ലഭിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആത്മഹത്യകളും ദുരന്തങ്ങളും ഒക്കെ പലരും മുൻകൂട്ടി പ്രവചിക്കുകയും അത് ആ നിലക്ക് അതിനെ ഒരു ഭീഷണി സ്വരത്തിലും മറ്റൊക്കെ പ്രചരിപ്പിച്ചിരുന്നതും ഒക്കെ നമുക്കറിയാം. എന്നാൽ ഈ മദ്യശാലകൾ അടച്ചിട്ട ആ സുവർണകാലത്ത് ഈ പറഞ്ഞതുപോലുള്ള ഒരു അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ കേരളത്തിൽ സംജാതമായില്ല. ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴികെ വളരെ സമാധാനമായ നല്ല ഒരു അന്തരീക്ഷമായിരുന്നു സംസ്ഥാനത്ത് എന്ന് അനുഭവത്തിലൂടെ നമുക്കെല്ലാം ബോധ്യപ്പെട്ടതാണ്. ആ ഒരു നല്ല നാളെയിൽ സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങളുടെ കണക്കുകൾ തുലം വളരെ കുറഞ്ഞു വന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് മദ്യമുതലാളിമാർക്ക് വേണ്ടി വീണ്ടും സർക്കാർ മദ്യശാലകൾ തുറന്നു കൊടുത്തുകൊണ്ട് ഈ കോവിഡ് വ്യാപനത്തിന് കാരണമാകുന്ന സാഹചര്യം ഉണ്ടാക്കിയത്. അങ്ങനെ പറയാൻ കാരണം നമുക്കറിയാം, നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഈ സംസ്ഥാനത്ത് മദ്യശാലകൾ അടച്ചിട്ട കാലത്ത് റിപ്പോർട്ട് ചെയ്തിരുന്ന കോവിഡ് കണക്കുകൾ, കോവിഡ് പോസിറ്റീവിൻ്റെ കണക്കുകൾ എല്ലാ ദിവസവും വാർത്താ ചാനലുകളിൽ അത് പത്രസമ്മേളനം നടത്തിയും മറ്റും മുഖ്യമന്ത്രിയും ഒക്കെ പ്രഖ്യാപിച്ചിരുന്നതും നമുക്കറിയാമല്ലോ. എന്നാൽ അന്നത്തെ കണക്കുകൾ 100 എണ്ണം വീതം ആയിരുന്നു, 100 കണക്കിനായിരുന്നു എന്നുള്ളത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. എന്നാൽ മദ്യശാലകൾ തുറന്നതിന് ശേഷമുള്ള കണക്കുകളോ ആയിരങ്ങളും പതിനായിരങ്ങൾക്ക് മുകളിൽ വരെ എത്തിയ സാഹചര്യമുണ്ടായി. അത് എന്തുകൊണ്ടാണ് അതിനുശേഷം ഈ വർധനവുണ്ടായത് എന്ന് പരിശോധിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. ഞങ്ങൾക്ക് തീർത്ത് പറയാൻ കഴിയും, അത് മദ്യശാലകൾ തുറന്നു കൊടുത്തുകൊണ്ടുള്ള മദ്യപന്മാരുടെ കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കാൻ സാധിക്കാതെ വരുന്നത് മൂലമുണ്ടാകുന്ന വ്യാപനമാണ് എന്നുള്ളത്. നമുക്ക് ചിന്തിച്ചുകൂടെ? മദ്യം അകത്ത് ചെന്ന ലഹരി ബാധിച്ചതിൻ്റെ പേരിൽ നാട്ടിൽ നടമാടുന്ന അക്രമങ്ങളും അനിഷ്ട സംഭവങ്ങളും പീഡനങ്ങളും ദിനംപ്രതി പത്രങ്ങളിലൂടെയും അതുപോലെ വാർത്താ മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ അറിയുന്നവരാണല്ലോ നമ്മൾ. അച്ഛൻ മകനെ കൊല്ലുന്നു, മകൻ അച്ഛനെ കൊല്ലുന്നു, അച്ഛനും അമ്മയും കൂടി മകളെ കൊല്ലുന്നു, അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുകയും പീഡിപ്പിക്കുകയും മൃഗതുല്യമായിട്ടുള്ള പരാക്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന സാഹചര്യം ഇന്നും ദിനം പ്രതി നാട്ടിൽ നടമാടുന്നതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം പ്രതി ലഹരിയിലായിരുന്നു, ലഹരി ബാധിതയിലായിരുന്നു, മദ്യലഹരിയിലായിരുന്നു എന്ന് ഓരോ കുറ്റപത്രങ്ങളുടെയും താഴെ രേഖപ്പെടുത്തുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആ ലഹരി ഈ കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കണം എന്ന് പറയുന്നതിലെ മൗഢ്യം, അല്ലെങ്കിൽ അവരതങ്ങനെ ചെയ്യും എന്ന് ധരിക്കുന്നതിലെ വിവരമില്ലായ്മയ എത്രമാത്രം നമുക്ക് അത് ചിന്തിക്കാൻ തന്നെ സാധിക്കും. ഇത് അറിയാത്തവരാണ് സർക്കാരും അല്ലെങ്കിൽ ഭരണകർത്താക്കളും അതുമായി ബന്ധപ്പെട്ടവരും എന്ന് നമ്മൾ കരുതാൻ കഴിയുമോ? ഇല്ല. പിന്നെ
ജനം അങ്ങനെ നശിച്ചാലും വേണ്ടില്ല, ഞങ്ങളുടെ മദ്യ രാജാക്കന്മാരുടെ അബ്കാരികളുടെ താല്പര്യം സംരക്ഷിക്കണം, അവർക്ക് കച്ചവടം നടക്കണം എന്ന് ധരിക്കുന്ന ഈ ഗവൺമെൻറ്, അതനുസരിച്ച് നടക്കുന്ന ഈ ഗവൺമെൻറ് അവരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ പിന്നെ ലഹരി നിർമ്മാർജ്ജന സമിതിയെ പോലുള്ള ഞങ്ങളുടെ സംഘടനകൾക്ക് പിന്നെ എന്ത് നിലക്കാണ് ഇതിനെതിരെ പ്രതിഷേധിക്കാൻ സാധിക്കുക എന്നതാണ് ഇവിടെ മുഖ്യം. ഇത്രമാത്രം ഈ ജനതയെ വഞ്ചനാപരമായി ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ട് നടക്കുന്ന കേവലം കുറച്ചാളുകളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം മഹാഭൂരിപക്ഷം വരുന്ന ഈ ജനസമൂഹത്തിനെതിരെ ജനദ്രോഹ മദ്യനയം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സർക്കാർ ജനവഞ്ചന പരസ്യമായി ധാർഷ്ട്യത്തോടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാരിനെതിരെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും കിട്ടിയ ഈ അവസരം എന്നുള്ള നിലക്ക് ഈ തെരഞ്ഞെടുപ്പിനെ വിനിയോഗിക്കണം എന്ന് ആണ് ഞങ്ങൾ പറയുന്നത്. അതിനെ ആ നിലക്ക് കാണുമ്പോൾ, ആ നിലക്ക് ചിന്തിക്കുമ്പോൾ ഞങ്ങൾ രാഷ്ട്രീയം പറയുകയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായുള്ള നിലപാട് സ്വീകരിക്കുകയാണ് എന്ന് കരുതാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇതാണ് കാരണം. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കാനും ജനങ്ങളെ സമീപിക്കാനും ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുന്ന തരത്തിൽ നിങ്ങൾ വോട്ട് നൽകണം, നിങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കണം എന്ന് ജനങ്ങളോട് പറയാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച കാര്യകാരണം മേൽപ്പറഞ്ഞ സംഗതികളാണ്. നിങ്ങൾ ചിന്തിക്കുക, ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും അവാസ്തവമായ കാര്യം ഉണ്ടോ, വസ്തുതകൾക്ക് നിരക്കാത്തതായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. പറഞ്ഞതിൽ കഴമ്പുണ്ടെങ്കിൽ, പറഞ്ഞതിൽ കാര്യമുണ്ടെങ്കിൽ, പറഞ്ഞതിൽ വാസ്തവമുണ്ടെങ്കിൽ നിങ്ങൾ ആ നിലക്കുള്ള ഒരു നിലപാട് സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനിയൊരവസരം വരുന്നത് വരെ കാത്തിരിക്കാൻ നമുക്ക് സമയമില്ല. ഈ അവസരം തന്നെ നമുക്ക് ഉപയോഗിക്കണം. നമുക്കറിയാം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതിലും നമുക്ക് പ്രതികരിക്കാൻ അവസരമുണ്ട്, ശരിയാണ്. പക്ഷേ പഞ്ചായത്ത്, തദ്ദേശീയ ഭരണകേന്ദ്രങ്ങൾ അതൊരു പ്രധാന ഘടകങ്ങളാണ്. നമുക്ക് അവിടെ പഞ്ചായത്ത് രാജ് നിയമം പുനഃസ്ഥാപിക്കണം. പഞ്ചായത്ത് തലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കുള്ള നേതൃപരമായ പങ്കുവഹിക്കാൻ മദ്യവിരുദ്ധ ചിന്താഗതിക്കാരായിട്ടുള്ള മെമ്പർമാർ അവിടെ തിരഞ്ഞെടുക്കപ്പെടണം. അപ്പോൾ ചിലർക്കെങ്കിലും തോന്നാം, ഇടതുപക്ഷത്ത് മത്സരിക്കുന്നവരൊക്കെ മദ്യത്തെ അല്ലെങ്കിൽ മദ്യനയത്തെ അനുകൂലിക്കുന്നവരാണോ? സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടുള്ള ഒട്ടുനല്ല മദ്യവിരുദ്ധ ചിന്താഗതിക്കാരും അവിടെ മത്സരരംഗത്തില്ലേ? അവരെ നമുക്ക് സഹായിച്ചുകൂടെ? ആ ചിന്തയും അപകടമാണ്. കാരണം ഇവിടെ ഭരണം നടത്തുന്നത്, നയം രൂപീകരിക്കുന്നത് മുന്നണിയാണ്, പാർട്ടിയാണ്. അതല്ലാതെ വ്യക്തിയോ കേവല മെമ്പർമാരോ അല്ല. UDF ജയിച്ചാൽ UDF മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും നയങ്ങളുമായിരിക്കും ആ ഭരണത്തെ സ്വാധീനിക്കുക. അതുപോലെ തന്നെ ഇടതുപക്ഷം ജയിച്ചാൽ, ഇടതുമുന്നണി ജയിച്ചാൽ ഇടതുമുന്നണിയുടെ നയമാണ് അവിടെ നടപ്പാക്കുക. ഏതെങ്കിലും 1-2 മെമ്പർമാർ അതിന് വിരുദ്ധമായി നിലകൊണ്ടതുകൊണ്ടോ നിലപാടെടുത്തുകൊണ്ടോ ഒന്നും തന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഒന്നാമത്തെ, അവർക്ക് അങ്ങനെ ഒരു നിലപാട് എടുക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രചരണം അല്ലെങ്കിൽ ധാരണ അതും ആസ്ഥാനത്താണ് എന്നുള്ളതും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് വ്യക്തികളോടല്ല വിരോധം, വ്യക്തികളോടല്ല നമ്മൾക്ക് ശത്രുത. നമുക്ക് ശത്രുത മുന്നണിയുടെ നിലപാടുകളോടാണ്. മുന്നണികളോട് നമുക്ക് ശത്രുതയില്ല. മദ്യനയത്തിൽ സ്വീകരിച്ച
ആ നിലപാട്, വഞ്ചനാപരമായ നിലപാട്, വാഗ്ദത്ത ലംഘനമായ സമീപനം, നിലപാട്, പ്രവർത്തനം, അതിനോടാണ് നമുക്ക് വിയോജിപ്പ്. അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നിലപാടിൽ നിന്നുകൊണ്ടുള്ള ആ ഒരു എതിർപ്പിനാണ് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ മദ്യനിരോധന സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കണം. വഴിതെറ്റിപ്പോകുന്ന ജനതയെ നമുക്ക് നിയന്ത്രിക്കാനും നേർവഴിയിലേക്ക് നയിച്ചു കൊണ്ടുവരാനും നമുക്ക് കഴിയണം. ഒരു നിമിഷം ഞങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഇവിടെ ബീവറേജ് ഔട്ട്ലെറ്റ് വഴി ദിനംപ്രതി പുറത്തേക്കൊഴുകുന്ന മദ്യക്കുപ്പികൾ അതെങ്ങോട്ടാണ് പോകുന്നത്? അവരാ കുപ്പികൾ എവിടെ വെച്ചിട്ടാണ് കഴിക്കുന്നത്? ബാറുകളാണെങ്കിൽ ബാറുകളിൽ വെച്ച് കഴിക്കുന്നു എന്ന് കരുതാം. ഈ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് കുപ്പികൾ ഒഴുകുന്നത് ഓരോ വീടുകളിലേക്കും, വീടിൻ്റെ പരിസരങ്ങളിലേക്കും, അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്കും. ആരാണിത് കഴിക്കുന്നത്? അത് കഴിക്കാൻ പ്രായമായവരാണോ, പക്വമതികളാണോ, അതല്ലെങ്കിൽ അതിൻ്റെ മദ്യപാനം ശീലിച്ചവരാണോ എന്ന് ആരെങ്കിലും പരിശോധിക്കുന്നുണ്ടോ? ഇത് ഇത്തരത്തിൽ കയ്യും കണക്കുമില്ലാതെ പുറത്തേക്ക് ഒഴുകുന്ന മദ്യം കുട്ടികളും സ്ത്രീകളും മറ്റ് എല്ലാവരും ആർക്കൊക്കെയാണോ അതിന് താല്പര്യമുള്ളത്, താല്പര്യമില്ലാത്തവരിൽ താല്പര്യം ഉണ്ടാക്കാൻ സാഹചര്യം പല വക പാർട്ടികളിലും പല വക മറ്റു പരിപാടികളിൻ്റെ ഒക്കെ ഭാഗമായിക്കൊണ്ട് മദ്യം പരസ്യമായി രഹസ്യമായും വിളമ്പിക്കൊണ്ട് നാട്ടിൽ മുഴുവൻ ബാറുകളാക്കി മാറ്റിക്കൊണ്ടുള്ള ഈ സംസ്കാരത്തിന് ഒരു അന്ത്യം കുറിക്കാൻ, ദൈവത്തിൻ്റെ സ്വന്തം നാടായ ഈ നമ്മുടെ കേരളം സാത്താൻ്റെ നാടായി മാറാതിരിക്കാൻ, അല്ലെങ്കിൽ മാറിയിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാൻ, ഇത്തരത്തിലുള്ള മദ്യ നയത്തിൽ നിയന്ത്രണം കൊണ്ടുവരാനുള്ള നമ്മുടെ ഈ പരിശ്രമം അത് വിജയിപ്പിക്കാനും നിങ്ങളുടെ എല്ലാവരുടെയും ആ വിഷയത്തിലുള്ള സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അതിനുവേണ്ടി ഈ തവണ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ വോട്ടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ അതാത് പ്രദേശങ്ങളിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്ക് നൽകിക്കൊണ്ട്, അത് പൊതുവിൽ പറഞ്ഞാൽ ഇടതുമുന്നണിക്കെതിരെ മത്സരിക്കുന്നത് UDF മുന്നണിയാണ് എന്നുള്ളത് കൊണ്ട് മാത്രം UDF സ്ഥാനാർത്ഥികൾക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകിക്കൊണ്ട് ഈ ഒരു ക്യാമ്പയിനോട് സഹകരിക്കണം, സഹായിക്കണം, നിലപാടെടുക്കണം, നിലപാടനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്നും വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് LNS.